നാളെ നടക്കാൻ പോകുന്ന +2 സോഷ്യോളജി മോഡൽ എക്സാമിന് നിങ്ങൾ ഷുവറായിട്ടും പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് പറയുന്നത്. ചാപ്റ്റർ വൈസ് ടോപ്പിക്കുകളാണ് പറയുന്നത്. നമുക്ക് 15 ചാപ്റ്ററുകളുണ്ട്. ഞാൻ വേഗം ടോപ്പിക്സ് പറയാം. ആ ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വേഗം തന്നെ പഠിക്കുക. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ സമൂഹത്തെ പരിചയപ്പെടുത്തൽ എന്നതാണ്. ഇവിടെ കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ. അതിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടതാണ് മുന്നറിവ് അല്ലെങ്കിൽ പ്രയർ നോളജ് എന്ന് പറയും. മുന്നറിവ് അല്ലെങ്കിൽ പ്രയർ നോളജ്, അതിനെക്കുറിച്ച് എന്താണ് മുന്നറിവ്, അതിൻ്റെ സമൂഹശാസ്ത്രത്തിൽ അല്ലെങ്കിൽ സോഷ്യോളജിയിൽ പ്രയർ നോളജ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം വരിക. ഒന്നെങ്കിൽ 3 മാർക്കല്ല, ഒന്നെങ്കിൽ 2 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിനായിരിക്കും പ്രയർ നോളജിനെ കുറിച്ച് വരിക. പിന്നെ മറ്റൊന്നാണ് സെൽഫ് റിഫ്ലെക്സിവിറ്റി അഥവാ ആത്മപ്രതിഫലനം. നമ്മൾ +1 പഠിച്ച അതേ ടോപ്പിക്ക് തന്നെയാണ്. അത് ഒന്നെങ്കിൽ 1 മാർക്കായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ 2 മാർക്കിന് എന്താണെന്ന് ചോദിക്കും. അതൊന്ന് നോക്കിയിട്ടുണ്ടാവണം. മറ്റൊന്നാണ് സി റൈറ്റ് മിൽസിനെയും അദ്ദേഹത്തിൻ്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷനെയും സമൂഹശാസ്ത്ര ഭാവനയെക്കുറിച്ച് 2 മാർക്കിന് 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതെന്താണെന്നൊന്ന് നോക്കണം. സി റൈറ്റ് മിൽസ് എന്നുള്ള പേര് നിങ്ങൾ ഓർത്തിട്ടുണ്ടാവണം. ഇനി സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര് ദ ഡെമോഗ്രഫിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ സമൂഹത്തിൻ്റെ ജനസംഖ്യാശാസ്ത്രപരമായ ഘടന എന്നാണ്. ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാൽത്തൂസിയൻ സിദ്ധാന്തമാണ്, മാൽത്തൂസിയൻ തിയറി. ഇത് 8 മാർക്കിനോ 6 മാർക്കിനോ എസ്സേ ആയിട്ട് ചോദിക്കും. ആ വിധത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. മറ്റൊന്നാണ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി, ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം, കിങ്സ്ലി ഡേവിസിൻ്റെ. അതും നമ്മൾ നോക്കിയിട്ടുണ്ടാവണം. ഒന്നെങ്കിൽ മാൽത്തൂഷ്യൻ തിയറി 8 മാർക്കിന് ചോദിക്കും, അല്ലെങ്കിൽ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി 8 മാർക്കിന് ചോദിക്കും. എന്താണെങ്കിലും നമ്മളത് രണ്ടും പഠിച്ചിട്ടുണ്ടാവണം. മറ്റൊന്നാണ് പൊതുസങ്കല്പങ്ങളും സൂചകങ്ങളും എന്ന് പറയുന്ന ഭാഗത്ത്, കോമൺ കോൺസെപ്റ്റ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ജനന നിരക്ക്, ബർത്ത് റേറ്റ്, മരണനിരക്ക്, ഡെത്ത് റേറ്റ് ഇതൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കും. അതൊക്കെ നോക്കിയിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഉള്ളൊരു ടോപ്പിക്കാണ് പോപ്പുലേഷൻ പോളിസി ഇൻ ഇന്ത്യ. 6 മാർക്കിനോ 4 മാർക്കിൻ്റെയോ ചോദ്യമാണ്. ഇന്ത്യയിലെ ജനസംഖ്യാ നയം വിവരിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അത് വല്ലപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അതും കൂടി നോക്കിയിട്ടുണ്ടാവണം. മൂന്നാമത്തെ പാഠത്തിൻ്റെ പേര് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് എന്നാണ്. സാമൂഹിക സ്ഥാപനങ്ങൾ തുടർച്ചയും മാറ്റവും എന്നാണ്. ഇവിടെ ആദ്യം പഠിക്കേണ്ടത് ജാതിയുടെ സവിശേഷതകളാണ്. ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റിൻ്റെ ഫീച്ചേഴ്സ്, ജാതിയുടെ സവിശേഷതകൾ. 6 മാർക്കിൻ്റെയോ 4 മാർക്കിൻ്റെയോ ചോദിക്കും. 6 മാർക്കിന് ചോദിച്ചാൽ വിവരിച്ച് എഴുതണം. അത് നോക്കിയിട്ടുണ്ടാവണം. മറ്റൊന്നാണ് പ്രബല ജാതി, ഡോമിനൻ്റ് കാസ്റ്റിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. പ്രബല ജാതി, ഡോമിനൻ്റ് കാസ്റ്റ്, അത് ഒരു 2 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കും. പ്രബല ജാതി എന്നാൽ എന്തോ, ഒന്നെങ്കിൽ 1 വേർഡായിട്ടും ചോദിക്കാം. ആരാണ് പ്രബല ജാതി എന്ന പദം അവതരിപ്പിച്ചതെന്നൊക്കെ. ആരാണ്? MN ശ്രീനിവാസനാണ്. അതും നോക്കിയിട്ടുണ്ടാവണം. മറ്റൊന്നാണ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, ഗോത്ര സമുദായങ്ങൾ. ഗോത്ര സമുദായങ്ങളെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഗോത്ര സമുദായങ്ങളുടെ വർഗീകരണങ്ങൾ ചോദിക്കും. ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രൈബൽ സൊസൈറ്റീസ് 6 മാർക്കിന് ചോദ്യം വരുന്നതാണ്. അത് നോക്കിയിട്ടുണ്ടാവണം. അടുത്ത ഒരു ടോപ്പിക്കാണ് ദേശീയ വികസനം ഗോത്ര വികസനത്തിനെതിരെ എന്ന് പറയുന്ന ഭാഗം. നാഷണൽ ഡെവലപ്മെൻറ്റ് വേഴ്സസ് ട്രൈബൽ ഡെവലപ്മെൻറ്റ്. ഒരു 6 മാർക്കിനോ 4 മാർക്കിനോ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നോക്കിയിട്ടുണ്ടാവണം. മറ്റൊന്നാണ് ഫോംസ് ഓഫ് ഫാമിലി, കുടുംബത്തിൻ്റെ രൂപങ്ങൾ. അതൊരു 6 മാർക്കിന് വരും. അത് നമ്മൾ +1 പഠിച്ച അതേ കാര്യം തന്നെയാണ്. അതൊരു 6 മാർക്കിന് വരുന്നതാണ്. അതും നോക്കിയിട്ടുണ്ടാവണം. ഈ ചാപ്റ്ററിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒരു ചോദ്യം 6 മാർക്കിന് വരും. അതുകൊണ്ട് എന്തായാലും പഠിക്കണം. ഇനി 4ാമത്തെ ചാപ്റ്ററിലോട്ടാണ് പോകുന്നത്. 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, വിപണി ഒരു സാമൂഹിക സ്ഥാപനം എന്ന നിലയിൽ എന്നാണ്. ഇതിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് സ്വതന്ത്ര വിപണി, ഫ്രീ മാർക്കറ്റ് എന്ന് പറയുന്നൊരു ആശയമുണ്ട്. 2 മാർക്കിന് ചോദിക്കും എന്താണ് സ്വതന്ത്ര വിപണി എന്ന്. അത് നോക്കിയിട്ടുണ്ടാവണം. മറ്റൊന്നാണ് വസ്തുവൽക്കരണവും ഉപഭോഗവും, കമ്മോഡിറ്റൈസേഷൻ ആൻഡ് കൺസെപ്ഷൻ. വസ്തുവൽക്കരണത്തെക്കുറിച്ച് 6 മാർക്കിനോ 4 മാർക്കിനോ 2 മാർക്കിനോ വരെ ക്വസ്റ്റ്യൻസ് വരാം. ചിലപ്പം ഒരു 1 വേർഡായിട്ടും ചോദിക്കാം. അതൊന്ന് നോക്കിയിട്ടുണ്ടാവണം. കമ്മോഡിറ്റൈസേഷൻ, വസ്തുവൽക്കരണം. പിന്നെ മറ്റൊന്നാണ് വെർച്വൽ മാർക്കറ്റ്, യഥാർത്ഥ വിപണി എന്താണെന്ന് ചോദിക്കും. അത് നോക്കിയിട്ടുണ്ടാകും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ സ്റ്റാറ്റസ് സിമ്പിൾ അഥവാ പദവി ചിഹ്നം എന്ന് പറയുന്നൊരു ആശയം പറയുന്നുണ്ട് മാക്സ് വെബറിൻ്റെ. അത് നോക്കണം. ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അത് നോക്കിയിട്ടുണ്ടാവണം. പിന്നെ ഇവിടെ ഉദാരവൽക്കരണത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവിടെ തന്നെ കമ്പോളവൽക്കരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്, മാർക്കറ്റൈസേഷൻ. അത് നോക്കിയിട്ടുണ്ടാവണം. കമ്പോളവൽക്കരണം, മാർക്കറ്റൈസേഷൻ എന്താണെന്ന് നോക്കിയിട്ടുണ്ടാവണം. പിന്നെ 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് സാമൂഹിക അസമത്വത്തിൻ്റെയും ബഹിഷ്കരണത്തിൻ്റെയും രീതികൾ, പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇൻഇക്വാളിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന 5ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ ആദ്യം പഠിക്കേണ്ടത് സാമൂഹിക അസമത്വം, സോഷ്യൽ ഇൻഇക്വാളിറ്റി എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കും. അത് നോക്കിയിട്ടുണ്ടാവണം.
പിന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹിക ശ്രേണീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അത് നോക്കിയിട്ടുണ്ടാവണം. പിന്നെ മറ്റൊന്നാണ് ഇവിടെ 2 മാർക്കിന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ഞാൻ പറയാം. അതാണ് ആദ്യത്തേതാണ് മുൻവിധികൾ, പ്രിജുഡൈസ്, 2 മാർക്കും ചോദിക്കും. മറ്റൊന്നാണ് സ്റ്റീരിയോ ടൈപ്സ് അഥവാ സ്ഥിരധാരണകൾ എന്താണെന്ന് ചോദിക്കും. മറ്റൊന്നാണ് ഡിസ്ക്രിമിനേഷൻ, വിവേചനം, അതൊക്കെ 2 മാർക്കും ചോദിക്കുന്നതാണ്. പിന്നെ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ, സാമൂഹിക ബഹിഷ്കരണം, അത് നോക്കണം. പിന്നെ ഒരു 5 മാർക്കിന് വരുന്നൊരു ക്വസ്റ്റ്യനാണ് അൺടച്ചബിലിറ്റിയെക്കുറിച്ച്, അസ്പൃശ്യതയെക്കുറിച്ച്. അസ്പൃശ്യതയുടെ ഡൈമെൻഷൻസ്, 3 മാനങ്ങളുണ്ട്, അത് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. 5 മാർക്കിന് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ മറ്റൊന്നാണ് ജാതി ഗോത്ര വിവേചനത്തിനെതിരെ രാഷ്ട്രവും രാഷ്ട്രീയതര സംഘടനകളും എടുത്ത നടപടികൾ, വല്ലപ്പോഴും ചോദിക്കാം. സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ്സ് അഡ്രസ്സിങ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഭാഗം, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. മറ്റൊന്നാണ് ആദിവാസി സ്ട്രഗിൾസ്, ആദിവാസി സമരങ്ങൾ, 5 മാർക്കിന് വല്ലപ്പോഴും വരുന്നതാണ്, അതും ഒന്ന് നോക്കിയിട്ടുണ്ടാവണം. മറ്റൊന്നാണ് സ്ത്രീകളുടെ പോരാട്ടങ്ങൾ, അതായത് സ്ത്രീ സമത്വത്തിനും അവകാശത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, സ്ട്രഗിൾസ് ഫോർ വുമൻസ് ഇക്വാളിറ്റി ആൻഡ് റൈറ്റ്സ്, ആ ഭാഗം ഒന്ന് നോക്കണം. 5 മാർക്കിന് വരാൻ ചാൻസ് ഉള്ളതാണ്. ഇനി 6ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിനാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. 6ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ വെല്ലുവിളികൾ, ദ ചലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്നാണ്. ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റി, സാമുദായിക സ്വത്വത്തിൻ്റെ പ്രാധാന്യം, 4 മാർക്കിന് 2 മാർക്കിന് ചോദിക്കാം, നോക്കിയിട്ടുണ്ടാവണം. മറ്റൊന്നാണ് ഇവിടെ 2 മാർക്കിന് കുറേ ആശയങ്ങൾ പറയുന്നുണ്ട്. കമ്മ്യൂണിറ്റീസ്, നാഷൻസ്, നാഷൻ സ്റ്റേറ്റ്, സമുദായങ്ങൾ, ദേശങ്ങൾ, ദേശരാഷ്ട്രങ്ങൾ, 2 മാർക്കിന് പറയുന്നുണ്ട്, അതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കുക. മറ്റൊന്നാണ് ഇന്ത്യയിലെ പ്രാദേശികവാദം എന്ന് പറയുന്ന ഭാഗം, അത് 4 മാർക്കിന് ചോദിക്കാം. റീജിയണലിസത്തെക്കുറിച്ച്, പ്രാദേശികവാദത്തെക്കുറിച്ചൊരു ചോദ്യം വന്നേക്കാം. മറ്റൊന്നാണ് 2 മാർക്കിന് ഷുവറായിട്ടും വരുന്ന ടോപ്പിക്കാണ്, നിങ്ങൾ നാളത്തെ എക്സാമിന് കുറിച്ച് വെച്ചോ, ഇത് നാളത്തെ എക്സാമിന് എന്തായാലും ഉണ്ടാവും. വർഗീയത, കമ്മ്യൂണലിസം, 2 മാർക്കിന് ഡിഫൈൻ ചെയ്യാനോ അല്ലെങ്കിൽ 1 വേർഡ് ആയിട്ടോ കാണും. വർഗീയത ഷുവറാണ്, നോക്കിയിട്ടുണ്ടാവണം. മറ്റൊന്നാണ് മതനിരപേക്ഷത, സെക്യുലാരിസം വല്ലപ്പോഴേ കാണാറുള്ളൂ, അത് ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചാൽ മതി. പിന്നെ ഷുവറായിട്ടും 6 മാർക്കിന് നാളെ 6 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ നാളെ ഷുവറായിട്ടും ഉണ്ടാകാൻ പോകുന്നൊരു ക്വസ്റ്റ്യനാണ് സിവിൽ സൊസൈറ്റിയെക്കുറിച്ച്, പൗരസമൂഹത്തെക്കുറിച്ചൊരു ചോദ്യം നാളത്തെ എക്സാമിന് എന്തായാലും ഉണ്ടാവും, നോക്കണം. ഇനി നമുക്ക് നോക്കാനുള്ള 8ാമത്തെ ചാപ്റ്ററാണ്. 7ാമത്തെ ചാപ്റ്റർ എക്സാമിന് ഇല്ല. 8ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഘടനാപരമായ മാറ്റം, സ്ട്രക്ചറൽ ചേഞ്ച് എന്നാണ്. ഇവിടെ 2 മാർക്കിനാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഇവിടെ ആദ്യം നോക്കേണ്ടത് സ്വതന്ത്ര ഇന്ത്യയിലെ നഗരവൽക്കരണം, അർബനൈസേഷൻ ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, ആ ഭാഗം നോക്കിയിട്ടുണ്ടാവണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആ ചാപ്റ്ററിൽ ഇതാ 8ാമത്തെ ചാപ്റ്ററിൽ തന്നെയാണ് പറയുന്നത്. അർബനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും. ഒന്നെങ്കിൽ നഗരവൽക്കരണം ചോദിക്കാം, അല്ലെങ്കിൽ വ്യവസായവൽക്കരണം ചോദിക്കാം, ചിലപ്പോൾ 2ഉം ചോദിക്കും 4 മാർക്കിന്. അതുകൊണ്ട് അതിൻ്റെ 2ൻ്റെയും ഡെഫിനിഷൻസ് നോക്കണം. അർബനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും. പിന്നെ മറ്റ് വല്ലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് കൊളോണിയൽ എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ, വ്യവസായവൽക്കരണവും നഗരവൽക്കരണവും ഇന്ത്യയുടെ കൊളോണിയൽ അനുഭവം എന്ന് പറയുന്ന ഭാഗം വല്ലപ്പോഴും ചോദിക്കാം, അത് നോക്കണം. ഇനി നോക്കാൻ പോകുന്ന 9ാമത്തെ പാഠമാണ് കൾച്ചറൽ ചേഞ്ച്, സാംസ്കാരിക മാറ്റം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കേണ്ടത് സംസ്കൃതവൽക്കരണത്തെക്കുറിച്ചാണ്. 6 മാർക്കിന് നിങ്ങൾ ഷുവറായിട്ട് നോക്കി വെച്ചു, 6 മാർക്കിന് ഇത് നാളത്തെ എക്സാമിന് ഉണ്ടായിരിക്കും. 6 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കോ 5 മാർക്കിനോ ആയിരിക്കാം. സംസ്കൃതവൽക്കരണത്തെ നിർവചിക്കുക, അതിൻ്റെ വിമർശനങ്ങൾ എഴുതുക എന്നായിരിക്കും ചോദ്യം വരിക. അതായത് സംസ്കൃതൈസേഷനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ വിമർശനം, ക്രിറ്റിസിസങ്ങൾ എഴുതാൻ ചോദിക്കും, അത് നോക്കിയിട്ടുണ്ടാവണം. മറ്റൊന്ന് 2 മാർക്കിന് വരാൻ ചിലപ്പോൾ ചാൻസുള്ള ടോപ്പിക്കാണ് ആധുനികവൽക്കരണവും മതേതരവൽക്കരണവും, മോഡേണൈസേഷൻ ആൻഡ് സെക്യുലറൈസേഷൻ, അത് നോക്കുക. അതൊക്കെയാണ് വരുന്നത്. ഇനി 10ാമത്തെ ചാപ്റ്റർ ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കഥ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ആദ്യം നോക്കേണ്ടത് ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് പഞ്ചായത്ത് രാജ്, അതായത് നമ്മളുടെ പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും. നാളത്തെ എക്സാമിന് കുറിച്ച് വെച്ചോ ഈ ചോദ്യം ഉണ്ടാവും. പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത്, 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്, നോക്കിയിട്ടുണ്ടാവണം. മറ്റൊരു ക്വസ്റ്റ്യനാണ് രാഷ്ട്രീയ പാർട്ടികൾ, സമ്മർദ്ദ സംഘങ്ങൾ എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗം, പൊളിറ്റിക്കൽ പാർട്ടീസ്, പ്രഷർ ഗ്രൂപ്പ്സ്, അത് 2 മാർക്കും ചിലപ്പോൾ ചോദിക്കാമെന്ന് നോക്കി വെച്ചേക്കുക.
പിന്നെ 11ാമത്തെ ചാപ്റ്റർ നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം പഠിച്ചാൽ മതി. ചാപ്റ്ററിൻ്റെ പേര് ഗ്രാമീണ സമൂഹത്തിലെ മാറ്റവും വികസനവും, ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ റൂറൽ സൊസൈറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് ഒരൊറ്റ കാര്യമാണ് ഹരിത വിപ്ലവം, ഗ്രീൻ റവല്യൂഷൻ. ഒന്നെങ്കിൽ 6 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കിന് ഷുവർ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് നാളത്തെ എക്സാമിന് ഉണ്ടാവും. ഹരിത വിപ്ലവം, ഗ്രീൻ റവല്യൂഷൻ നോക്കിയിട്ടുണ്ടാവണം. പിന്നെ ഇനി 12ാമത്തെ ചാപ്റ്ററാണ് വ്യവസായിക സമൂഹത്തിലെ മാറ്റവും വികസനവും, ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്നാണ് ചാപ്റ്ററിന് പേര്. ഇവിടെ പഠിക്കേണ്ടത് സംഘടിത അസംഘടിത മേഖലകൾ. ഒന്നെങ്കിൽ 6 മാർക്കിന് ചോദിക്കും, അല്ലെങ്കിൽ 4 മാർക്കിന് ഇതിൻ്റെ വ്യത്യാസങ്ങൾ ചോദിക്കും. സംഘടിത മേഖലയും അസംഘടിത മേഖലയും വേർതിരിച്ചെഴുതാൻ ചോദിക്കും. ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ നാളത്തെ എക്സാമിന് കാണാൻ ചാൻസ് ഉള്ളതാണ്, നോക്കിയിട്ടുണ്ടാവണം. മറ്റൊന്നാണ് ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും ഇന്ത്യൻ വ്യവസായത്തിലെ മാറ്റങ്ങളും എന്ന് പറയുന്ന ഭാഗം. അതായത് ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ആൻഡ് ചേഞ്ചസ് ഇൻ ഇന്ത്യൻ എക്കണോമി. ഇത് ഒരു തവണ 8 മാർക്കിന് വന്നതാണ്, ചിലപ്പോൾ ഇത് 5 മാർക്കിനൊക്കെ വരാൻ നോക്കിയിട്ട് പോകുക. മറ്റൊന്നാണ് ടൈലറിസം അഥവാ ശാസ്ത്രീയ മാനേജ്മെൻറ്റ്, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. നമ്മളുടെ ഫെഡറിക് വിൻസ്ലോ ടൈലർ കണ്ടുപിടിച്ചൊരു ടോപ്പിക്കാണ് എന്ത് ശാസ്ത്രീയ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ടൈലറിസം എന്ന് പറയുന്നത്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഇത് 2 മാർക്കിനോ 4 മാർക്കിനോ ഇതിനെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതൊന്ന് നോക്കുക. മറ്റൊന്നാണ് ഗാർഹിക അടിസ്ഥാനത്തിലുള്ള തൊഴിൽ. 6 മാർക്കിനോ 4 മാർക്കിനോ ഒരു ചോദ്യമാണിത്. ഹോം ബേസ്ഡ് വർക്ക്, അതിനെക്കുറിച്ചൊരു ചോദ്യം ഉണ്ടാവും. ഇനി 13ാമത്തെ ചാപ്റ്റർ ആഗോളവൽക്കരണവും സാമൂഹിക മാറ്റവും എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇവിടെ ആദ്യം പഠിക്കേണ്ടത് ആഗോളവൽക്കരണം എന്നാൽ എന്ത്, അണ്ടർസ്റ്റാൻഡിങ് ഗ്ലോബലൈസേഷൻ. 2 മാർക്കും ചോദിക്കും ഗ്ലോബലൈസേഷൻ എന്താണെന്ന് അത് നോക്കിയിട്ടുണ്ടാവണം. മറ്റൊന്നാണ് ആഗോളവൽക്കരണത്തിൻ്റെ സാമ്പത്തിക മാനങ്ങൾ, എക്കണോമിക് ഡൈമെൻഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ നോക്കിയിട്ടുണ്ടാവണം. മറ്റൊന്നാണ് ഇവിടെ ഇത് ഡിജിറ്റൽ ഡിവൈഡ്, ഡിജിറ്റൽ വിഭജനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അതൊന്ന് നോക്കണം, 2 മാർക്കും ചോദിക്കും. മറ്റൊന്നാണ് ഏകാത്മകതയും ഗ്ലോക്കലൈസേഷനും, ഹോമോജിനൈസേഷൻ ആൻഡ് ഗ്ലോക്കലൈസേഷൻ. 2 മാർക്കും ചോദിക്കാം, നോക്കിയിട്ടുണ്ടാവണം. പിന്നെ 14ാമത്തെ ചാപ്റ്റർ ബഹുജന മാധ്യമങ്ങളും വിനിമയങ്ങളും, മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് മാസ് മീഡിയകൾ എന്നാൽ എന്ത്, അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻസ് എന്നാൽ എന്ത്, അല്ലെങ്കിൽ ബഹുജന മാധ്യമം എന്നാൽ എന്തെന്ന് പഠിക്കണം, 2 മാർക്കും ചോദിക്കും. പിന്നെ ചോദിക്കാൻ ചാൻസുള്ളൊരു സ്വതന്ത്ര ഇന്ത്യയിലെ ബഹുജന മാധ്യമങ്ങളെക്കുറിച്ച് ചോദിക്കും. അതിൽ തന്നെ റേഡിയോ നോക്കണം, ടെലിവിഷൻ നോക്കണം. പിന്നെ ആഗോളവൽക്കരണവും മാധ്യമങ്ങളും എന്ന ഭാഗം നോക്കുക, ഗ്ലോബലൈസേഷൻ എന്ന മീഡിയ എന്ന ഭാഗവും നോക്കണം. ഇതൊക്കെയാണ് നോക്കേണ്ടത്. ഇനി 15ാമത്തെ ലാസ്റ്റത്തെ ആയിട്ടുള്ള ചാപ്റ്ററാണ് സോഷ്യൽ മൂവ്മെൻറ്റ്സ്, സാമൂഹിക പ്രസ്ഥാനങ്ങൾ. ഇവിടെ ആദ്യം നിങ്ങൾ 2 മാർക്കിന് പഠിക്കണം എന്താണ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ എന്താണ് സാമൂഹിക പ്രസ്ഥാനങ്ങളെന്ന് നോക്കണം. പിന്നെയുള്ളതാണ് സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ സവിശേഷതകൾ, ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്സ്, 4 മാർക്കിന് ചോദിക്കാം, അത് നോക്കണം. മറ്റൊന്നാണ് സാമൂഹിക പ്രസ്ഥാനങ്ങളെ പറ്റിയുള്ള സിദ്ധാന്തങ്ങൾ, തിയറീസ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് നോക്കണം. മറ്റൊന്നാണ് ടൈപ്സ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്സ്, പലതരത്തിലുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. പിന്നെ ഇതിൽ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ, ചിപ്കോ പ്രസ്ഥാനത്തൊക്കെ കുറിച്ച് പറയുന്നുണ്ട്, അതൊക്കെ നോക്കുക. സ്ത്രീകളുടെ പ്രസ്ഥാനങ്ങൾ, കർഷക പ്രസ്ഥാനങ്ങൾ, ഇതൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്ക്. ഗോത്രവർഗ്ഗ പ്രസ്ഥാനങ്ങൾ, ജാർഖണ്ഡ് പ്രസ്ഥാനം, ഇതൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ +2 മോഡൽ സോഷ്യോളജിക്ക് ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ ടോപ്പിക്കുകളാണ്, ഈ ടോപ്പിക്കിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഇതൊക്കെ അപ്പം നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവുക.